ഹലോ, ഇന്ന് എളുപ്പത്തിലൊരു വട്ടയപ്പം തയ്യാറാക്കാം. അതിനായി 1 കപ്പ് അരിപ്പൊടി വറുത്തെടുത്ത് വെച്ചു, 1/2 കപ്പ് ചോറ്, 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്കായുടെ തരി അരിയത് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചു, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്. ഇതെല്ലാം കൂടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അരച്ചെടുക്കാം. അരിപ്പൊടി ഇട്ടു, ചോറ്, പഞ്ചസാര, തേങ്ങ, ഏലക്കായുടെ അരി, ഈസ്റ്റ്, വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കുക. ബൗളിലേക്ക് ചേരുവയെല്ലാം ചേർത്ത് കുറച്ച് നേരം 5 മിനിറ്റ് ഇരിക്കട്ടെ. അതിന് ശേഷം അരച്ച് കൊണ്ടുവരാം. അരച്ച് കൊണ്ടുവന്ന് 6 മണിക്കൂർ കഴിഞ്ഞ് വട്ടയപ്പം പുഴുങ്ങിയെടുക്കാം. ഓക്കെ. അരിപ്പൊടി, തേങ്ങ, ചോറ് എല്ലാം വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കുതിരാൻ വെച്ചു. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അരച്ച് കൊണ്ടുവരാം. വട്ടയപ്പത്തിനുള്ള മാവ് അരച്ച് കൊണ്ടുവന്നു. ഇതുപോലെ ഇരിക്കും. ഇഡ്ഡലി മാവിൻ്റെ അയവിൽ വേണം അരച്ചെടുക്കാൻ. ഇത് കറക്റ്റ് വരുമോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടണം, അല്ലെങ്കിൽ ഒരു വെള്ളച്ചവ് വരും. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കാം. വെച്ച് 6 മണിക്കൂർ കഴിയുമ്പം മാവ് നന്നായിട്ട് പൊങ്ങി വരും. മാവ് പൊങ്ങിയതിന് ശേഷം വട്ടയപ്പം ആവിയിൽ പുഴുങ്ങാം. അപ്പോൾ ഇത് മാവ് പൊങ്ങാനായിട്ട് എടുത്ത് വെക്കാം. ഈ ബൗളിലേക്ക് തന്നെ ഒഴിച്ച് വെക്കാം. ഓക്കെ. വട്ടയപ്പത്തിനുള്ള മാവ് ഈ ബൗളിൽ ഒഴിച്ച് വെച്ചു. ഇനി മൂടി വെച്ച് 6 മണിക്കൂർ കഴിയട്ടെ. ഇത് മാവ് പൊങ്ങി വരും. വട്ടയപ്പത്തിനുള്ള മാവ് ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് നന്നായിട്ട് പൊങ്ങി ഈ തട്ടയിൽ മുട്ടി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഇളക്കി ഒന്നുകൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പൊങ്ങി. ഇനി ഇളക്കേണ്ട ആവശ്യമില്ല. വട്ടയപ്പം പാത്രത്തിലേക്ക് കോരി ഒഴിച്ച് ആവിയിൽ പുഴുങ്ങാം. ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചു. ഇപ്പം കോരി ഒഴിക്കാം. അലുമിനിയത്തിൻ്റെ ഒരു വട്ടപാത്രത്തിൽ ആവിയിൽ വേകാൻ അടുപ്പിൽ വെച്ചു മൂടി വയ്ക്കാം. വട്ടയപ്പം വെന്തോന്ന് നോക്കാം. ഇപ്പോൾ 20 മിനിറ്റായി. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ ഇത് പാകമാകും. സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഈർക്കലി എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇത് വെന്തു. തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. ഓക്കെ. വട്ടയപ്പം തണുത്തു, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് കുടഞ്ഞിട്ടിട്ട് കട്ട് ചെയ്യാം. തണുത്തപ്പം ഇങ്ങനെ പോരും. പ്ലേറ്റിലേക്ക് കുടഞ്ഞിടാം. കണ്ടെങ്കിൽ പോന്നു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. തിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യാം.
ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കിസ്മിസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇനി കട്ട് ചെയ്യാം. വട്ടയപ്പം കട്ട് ചെയ്തു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. കണ്ടോ, ഇത് നെല്ലുകുത്തരിയാണ്. അതാ ഈ കളർ വന്നിരിക്കുന്നത്. നല്ല വെളുത്ത കളർ വേണമെങ്കിൽ മറ്റേ പച്ചരി എടുക്കണം. അപ്പം ചോറരച്ചതിൻ്റെ ആ കുത്തരി ചോറിൻ്റെയും തേങ്ങയുടെ എല്ലാം കൂടി ഒരു കളറായപ്പം ആ വൈറ്റ് കളർ അങ്ങ് മാറി. പക്ഷെ ഇതാണ് ടേസ്റ്റ്, മറ്റേ വെളുത്തതിനെ കഴിഞ്ഞു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉഗ്രൻ ടേസ്റ്റായിട്ടോ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യൂ. മെഷർമെൻറ്റ് അളവിലെടുത്തുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.